നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബ്ല്യൂഎസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ആൻഡ് ശ്രുതിയുടെ തെയ്യം ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തുള്ള വ്ളോഗാണ് ഇന്നത്തെ ദിവസം. നമ്മൾ അതിനുവേണ്ടിയൊക്കെ ഒന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മൾ എരിയുടെ മാറ്റ് വാങ്ങിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു എരിയുടെ മാറ്റിൽ എനിക്ക് വരും പല്ലിയാണ് കുടുങ്ങി തോന്നുന്നത്. ഒച്ചപ്പാട് കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. പോയി നോക്കട്ടെ, ആരാ കുടുങ്ങി നോക്കട്ടെ. എന്തായാലും എരിയാണെങ്കിൽ എടുത്ത് തല്ലിക്കൊന്ന് കളയണം. ഒന്നും രണ്ടിൻ്റെ എരിയൊന്നുമില്ല, കുറേ എരി ഇടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും പിടിക്കണമെന്നുള്ള പ്ലാനാണ് മാറ്റ് വെച്ചത്. അപ്പോൾ നമുക്ക് മാറ്റിൽ ഇപ്പം എന്താ കുടുങ്ങി അറിയാൻ പാടില്ല. പോയി നോക്കട്ടെ. ഞാൻ ശ്രുതി കാണാൻ ഒച്ച കേൾക്കുന്നുണ്ട്. മുകളിലാണ് കുടുങ്ങി മനസ്സിലാ. ഇതാ നമ്മൾ മാറ്റ് വെച്ചിരുന്നുണ്ടോ? ഇത് മാറ്റിലാണ് എന്തോ കുടുങ്ങി കേൾക്കണത്. അത് പല്ലിയാണോ അത് എരിയാണോ? എടുത്താ കുഞ്ഞനേട്ടാ. എനിക്ക് ആ മുതുക്കനായിരുന്നു കിട്ടാനുള്ളത്. അവനെ കിട്ടിയിട്ട് എനിക്ക് എന്തിനാ ചെയ്യാൻ? ഇവനാണ് ഇനി മുതുക്കനാവും വീണ്ടും. എടുത്തോണ്ടാ ചെരുപ്പുണ്ടല്ലേ? എന്റെ ചെരുപ്പ് തേങ്ങ ഇതുപോലെ കുഞ്ഞിനാന്നോട്ട് വിട്ടിട്ടാണ് ആ മുതുക്കനായത്. മുതുക്കന്മാർ വീട്ടില്. കാക്കേ വാ, കാക്കേ കമോൺ. വാ വാ, നിനക്കുള്ള ഫുഡാണ്. കാക്കുള്ള ഫുഡാണ്. കാക്കയ്ക്ക് രണ്ടുപേരും കൂടെ അടി ഇടാക്കരുത്. എരിയുടെ ബിരിയാണി നിൽക്കുന്നു. നീ തീർന്നതാ, നീ തീർന്നു. കൈപ്പിടി. അപ്പോൾ ഫൈനൽ കേസ് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നേരെ പോകാം നമുക്ക് വീട്ടിലേത് അമ്പലത്തിലേക്ക് പോവാം. ഇയാൾ കാണുന്നുണ്ട്. ഓ ചേട്ടാ പൊക്കോ, നമുക്ക് എന്തായാലും പോവാം. ക്ലാരിറ്റി ഫോണെന്നൊക്കെ കംപ്ലൈൻ്റ് ആണ് കേസ്. എന്തായാലും നമുക്ക് പോവാം. രാവിലെ തന്നെയാണ് പോകുന്നത്. അത് കാരണമാണ് ഇനി ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ എടുക്കാൻ വേണ്ടി പറ്റില്ല കേസ്. അതാണൊരു വിഷയം. എന്തായാലും പോവാം. അതാണ്. ഓ, ഇവിടെ സ്റ്റാൻഡ് ഇവിടെ മരത്തിനില്ല. ആ മരത്തിന് അങ്ങനെ തന്നെ ഒരു ഷേപ്പും ഉണ്ട് സ്റ്റാൻഡിൻ്റെ. എന്തായാലും എനിക്കാണെങ്കിൽ ചുമയും എല്ലാം ഉണ്ട്. എന്തായാലും പോവാം കേസ്. എൻ്റെ മനോഹരമായ എൻ്റെ നാട്, എന്നിട്ടാണ് നമുക്ക് തിരിച്ച് പോവാൻ. നെടുമങ്ങാട് പോകണം. എന്തായാലും പോകാൻ കഴിച്ച് പോയിട്ട് ബാക്കി വിശേഷം പറയാം. നമ്മൾ നടന്നാലും മുകളിലെത്തിയപ്പോൾ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നെയാണ്. പക്ഷെ വൈകിട്ടുള്ള വ്യൂ എടുക്കാൻ വേണ്ടി എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. അതാണ് റബ്ബർ തോട്ടം പോയപ്പോഴാണ് ഇത്രയും വ്യൂ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് 5 ഏക്കർ റബ്ബർ തോട്ടമാണ്. നിന്ന് താഴോട്ടൊക്കെ ഇട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചില്ല ഗൈസ്. ഇപ്പം ഞാൻ പോട്ടെ. നമ്മൾ താഴെ റോഡിലെത്തിയിട്ടുണ്ട് ഗൈസ്. നടന്ന് അതന്നെ ഉദ്ദേശിച്ചത്. ഇപ്പം എന്തായാലും അവിടെ പിള്ളേർ സ്കൂളിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് എക്സാം ഡേ ആണ്. 9ാം ക്ലാസ്സിന് SSLC ഒക്കെ കഴിഞ്ഞു. SSLC കഴിഞ്ഞു. SSLC +2 ഒക്കെ കഴിഞ്ഞു. അപ്പം എന്തായാലും നേരെ നമുക്ക് വീട്ടിൽ പോകാം. നമ്മുടെ ഒരു ഫ്രണ്ടാണ് വിശാന്ത്. നമുക്ക് പോയിട്ട് വരാം. നൈകമായോ മഹാശനഃ അദൃശോ വ്യക്തരൂപശ്ച സഹസ്രജിതനഞ്ജതിഷ്ഠോ വിശിഷ്ടശിഷ്ടേഷു. ശ്രുതി നോട്ടെ, ശ്രുതി മങ്കി വലിച്ചിടാം ഗൈസ്. മങ്കിയൊക്കെ വലിച്ചിടാൻ നോക്കുന്നത്. മങ്കിയുടെ മുടിയൊന്നും ഇല്ലെന്ന്. എന്താ, നമുക്ക് പോവാം. എൻ്റെ നടത്തം ശരിയല്ല. ശ്രുതി ഇതിന് തൊട്ട് മുന്നായിട്ട് കാണിച്ചത് എൻ്റെ നടത്തം വളരെ ശോകം കൊണ്ട് കാണിക്കുന്നു. ചെരുപ്പൊക്കെ തേഞ്ഞ് ഇതായിട്ടാ. അതാണ് ഈ ചെരുപ്പിടുന്നതും ഇടായിക്കണം നല്ലത്. ആണ് അവസ്ഥ ശ്രുതിയുടെ ചെരുപ്പിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് പോവാം. ആണ് മെയിൻ കാര്യം.
അപ്പോൾ എന്തായാലും അമ്മ അമ്പലത്തിലെത്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. അങ്ങോട്ട് കയറില്ല, കുളിച്ചില്ല ഗൈസ്, രാവിലെ തന്നെ വന്നിട്ട്. ആ നന്നായി. അല്ല നോക്കി നടക്കാൻ വയ്യ, ഇത്ര വൃത്തിയുള്ള സ്ഥലത്ത്. ആദ്യമാണെങ്കിൽ മര്യാദയ്ക്ക് നടക്കൂല, കാലൊന്ന് പൊക്കി വെക്കാൻ പറഞ്ഞാൽ അവന് പൊക്കി വെക്കാൻ വയ്യ. എന്തായാലും പോവാം, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ആദ്യം ഇഡ്ഡലിയൊക്കെ കുത്തി പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ആ അങ്ങനെ കഴിക്കട്ടെ. രാവിലെ ഭക്ഷണം കഴിക്കാൻ അധികം ആൾക്കാരുണ്ടാവില്ല അല്ലേ ആദ്യം? അല്ലേ, അധികം ആൾക്കാരുണ്ടാവില്ല. എല്ലാവരും പൂജയ്ക്കും അങ്ങനെയൊക്കെ വന്നിട്ട് ഓടിക്കളയും. അപ്പോൾ എന്തായാലും നമ്മൾ പോണു. സുമതി മാമീൻ്റെ അവിടുത്തെ പട്ടിയാണ് അപ്പുവാണ് നമ്മളെ വഴി നടക്കാൻ സമ്മതിക്കാത്തത്. നമ്മളെന്നല്ല, ആരും നടത്തൂല. ഞാൻ ഫുഡ് കഴിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഫൈനലി അമ്പലത്തിൽ നിന്ന് പോവുകയാണ് ഗൈസ്. എനിക്ക് ഇവിടുത്തെ പൂവൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് തറയിൽ നോക്കി നടക്കണം. ഇതേ കുഞ്ഞ പറഞ്ഞ് കഴിച്ചാ കുഞ്ഞിപ്പ വന്നതേ ഉള്ളൂ. എന്താ അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം, പെട്ടെന്ന് പോയിട്ട് വരാം. പിള്ളേരെയൊക്കെ വിളിച്ചു. അമ്മച്ചി വന്നിട്ട് വീട്ടിൽ ഇഡ്ഡലിയൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ആർജന് കഴിച്ചെങ്കിൽ ആർജനെ വയറിനെ കുത്തി പൊട്ടിച്ച്. എന്തായാലും പിള്ളേരൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇറങ്ങി. നമ്മളിവിടെ നിന്ന് നേരെ ഇനി പോവാം. എന്തായാലും നോക്കാം. നമ്മൾ അമ്പലത്തിൽ ഇറങ്ങി കഴിച്ചു. നമുക്ക് ശരിക്കും അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബറാണോ സുധീര ഫ്രണ്ട് ചേച്ചി കൈ കാണിച്ച് പേര് ആളെ ശ്രദ്ധിക്ക് മനസ്സിലായിട്ട് അവിടെ പോകുമ്പോൾ മനസ്സിലാവുള്ളൂ. അതോടെ കാര്യം അവിടെ പോയി നോക്കാം. എന്തൊരു മുന്നേ കയറ്റം ഉണ്ടോന്നോ ഇപ്പൊ തന്നെ കണ്ണ് കള്ളുന്നു കയറ്റം കണ്ടിട്ട്. കുഴപ്പമില്ല, അതൊക്കെ കയറി പോവാം. ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാനായിട്ട്. ശ്രുതിന് ഇവിടെ കഥ പറഞ്ഞ് കുറേ സമയം പോകും എന്നാണ് സംശയം. കുത്തനുള്ള കയറ്റമാണ് കേസ്, ഭയങ്കര പാടാണ് കയറാനായിട്ട്. ഞാൻ കയറി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എത്ര കുത്തനെയാണോ വഴി. ഇത് കണ്ടോ കേസ്, ഇത്രയും കുത്തനാണ് വഴി ഉള്ളത്, ഭയങ്കര പാടാണ്. അതായത് പോവാം. എന്നാൽ സുധീര ഫ്രണ്ട് സുധീര കളിക്കൂട്ടുകാരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോവാം. സുധീപ്പ് ഓരോ നമ്മൾ നോക്കട്ടെ. ഇവിടെ അപർണ ഓയ് വീട്ടിലെന്ത് വിളിക്കും നിങ്ങൾ കൊച്ചിനെ? അമ്മേ നോക്കി അമ്മേ അച്ഛനേ ഹോസ്റ്റലില്. അപ്പൊ ഇൻസ്റ്റയിൽ ഇടൂല, പേടിക്കണ്ട. യൂട്യൂബ് ഒരു കയറ്റം കയറി വന്നപ്പോഴത്തേക്ക് അടുത്ത കയറ്റം ശ്വാസം പോയി. കയറാം, എന്തായാലും കയറിയേ പറ്റും. ചെരുപ്പൂര ഞാനും വരട്ടെ. കാലിന് നല്ല തണുപ്പ് കിട്ടും ഗൈസ്. കണ്ട ഇനി ചെരുപ്പ് കൈ പിടിച്ച് അങ്ങനെ നടക്കാം, നല്ല സുഖമാണ്. ഇവിടെ നിന്ന് സുമതി ആൻറ്റിയുടെ വീട് വരെ നടക്കും. ഇത് ഇടണത് ഇടാത്തത് ഇത് കണ്ടോ ഗൈസ്. ഇതിൻ്റെ അടിയിൽ കൂടി കല്ല് പൊത്ത് കയറും. ചെരുപ്പ് ഫുള്ളും തേഞ്ഞ് കണ്ട. ഇവിടെയൊക്കെ നമുക്ക് ഇത്രയേ ഉള്ളൂ. എന്തായാലും വാ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ വഴിയെത്തി. അവിടെ ആരോ വന്നിട്ടുണ്ട്, സ്കൂട്ടി ഇരിക്കണേണ്ട. ഉടമസ്ഥരുടെ വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. ടീച്ചറാണോ വന്നത് അത് മാമനാണോ വന്നതെന്ന് അറിഞ്ഞുകൂടാ. ആരോ വന്നു, അതിന് പിള്ളേരാണോന്ന് പറഞ്ഞൂടാ. എന്തായാലും നമ്മൾ വീട്ടിൽ പോയി ബാഗ് കൊടുത്ത് നേരെ പോവുകയാണ്. കാരണം എനിക്ക് തെയ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പോവാം. നമ്മൾ വീട്ടിലെത്തി. ഇനി ആർജതേ വരുന്നതേ ഉള്ളൂ. എവിടെ കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? എന്തായാലും ഞാൻ പോയിട്ട് കൈയും കാലൊക്കെ ഒന്ന് കഴുകട്ടെ. അപ്പം എന്തായാലും നമ്മൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങി കണ്ട ഞാൻ റെഡിയായി ഗൈസ്. അപ്പോൾ എന്തായാലും പോകാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മങ്കി ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ എൻ്റെ മുടിക്ക് മങ്കി ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ അത് ചുരുണ്ടിരിക്കും. എന്തായാലും പോവാം, പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഗൈസ്. നടക്ക്. ബസ് പോയി കഴിഞ്ഞാൽ ആർജനെ ഞാൻ എടുത്ത് അലക്കും. എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ ബസ്സൊക്കെ കയറി നേരെ പോവുക. എന്തായാലും പോയിട്ട് നെടുമങ്ങാട് പോകണം. അങ്ങനെ KSRTC ബസ് കയറിയിട്ടുണ്ട്. നമ്മളെ ഡ്രൈവർ അങ്ങനെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ നമ്മളെല്ലാവരും. എന്തായാലും പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ ബസ് ഒന്ന് ഇറങ്ങി, ഇവിടെ വന്ന് ബസ് ഇറങ്ങി.
ആർജയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാരങ്ങ വെള്ളം ഇത് വർഷങ്ങളായിട്ട് എന്നെക്കാട്ടി പ്രായമുണ്ട് ഈ കടയ്ക്ക് എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ എപ്പോഴും സർവത്ത് കുടിക്കണത് സർവത്ത് കുടിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ശ്രുതിക്ക് മറ്റേ ഡാൻസിൻ്റെ ആരമാണല്ലോ, അപ്പോൾ ആരം വാങ്ങാൻ വന്നിരിക്കുകയാണ്. അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം നോക്കി 150 രൂപയാണ് ആറത്തിന്. എന്തായാലും കുഴപ്പമില്ല, വാങ്ങിച്ചിട്ടുണ്ട് സംഭവം. നമുക്കെല്ലാവരും വാങ്ങിച്ചിട്ട് പോകണം ചെയ്യാം. ശ്രുതിക്ക് സ്കാൻ ആവുന്നില്ലേ, ഒരാട് കഷ്ടപ്പെടുന്നു. ആയി സ്കാനായി. ശ്രുതിയുടെ ഫോൺ കൊള്ളൂല്ലേ, ക്യാമറ കമ്മില്ല. എൻ്റെ ഫോണും ഫുള്ള് മതിയായി, വേറെ കാര്യം. അതിന് പണ്ടത്തെ ഫോണാണ്, J7 സാംസങ്ങിൻ്റെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ഫോണിന്. അപ്പോൾ എന്തായാലും നമ്മൾ ആരം വാങ്ങിച്ചത് ഇനി പോവാനുള്ള കാര്യം ചെയ്യാം. ഇനി ബസ് എത്ര മണിക്കാണ് സമയം ഇപ്പോൾ ഏകദേശം 11:30. ബസ് ഉണ്ടാവും, അത്രയും പോവാം. ആരന്തൂരോടും മാമ കുറച്ച് പഴയ പൂവും കൂടി വാങ്ങിയിട്ട് വന്ന് പൂന്ന് വിളക്കിലാണ്. വിളക്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ആ പൂ പുള്ളി എക്സ്ട്രാ തന്നാട്ടോ ഗൈസ്. നമുക്കിനി ബസ് സ്റ്റാൻഡിൽ പോകാം. ചെരുപ്പ് വാങ്ങണം, ശ്രുതിക്കൊന്നും വീട്ടിലായിട്ട്. ചാന്ത് വാങ്ങണം, പിന്നെ ചെരുപ്പൊന്നും വാങ്ങണം. നമുക്ക് പ്ലാൻ ഉണ്ട്, നോക്കട്ടെ, നോക്കാം. മെയിനായിട്ടൊന്ന് പരിപാടിക്ക് വേണ്ടി നമ്മൾ സാധനം വാങ്ങേണ്ട അവസ്ഥയാണ്. സംഭവം പിന്നെ കുഴപ്പമില്ല, അത് വാങ്ങിക്കാം. ശ്രുതിന് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് കാശ് കളയുന്ന പരിപാടിയാണ് എനിക്ക് താല്പര്യം എനിക്ക്. കാരണം എല്ലാം നമ്മൾ വാങ്ങേണ്ട അവസ്ഥയാണ്. പോയി നോക്കട്ടെ. ഇപ്പോൾ എന്തായാലും 200 രൂപ ആയിട്ടുണ്ട് ഗൈസ് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നു. പൂ വാങ്ങിച്ചിട്ടല്ല, അല്ല 200 രൂപ സാധനങ്ങൾ വാങ്ങിക്കാം. മറ്റേ പൂവിന് 150 രൂപയായി. പിന്നെ ഇവർക്ക് അതിൻ്റെ പിന്നും കാലൊക്കെ വാങ്ങണമല്ലോ കുത്താനൊക്കെ. അതിനുവേണ്ടി അതൊക്കെ വാങ്ങിച്ചു, ചാന്ത് വാങ്ങിച്ചൊക്കെ ചേർത്ത് 350 രൂപ ചെലവായിരുന്നു മൊത്തം. ഈ പൈസയൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാനുള്ള കാര്യം ചെയ്യാം, സമയമായി. അപ്പോൾ നമ്മളത് ബസ് സ്റ്റാൻഡിലെത്തി. ശ്രുതി വെള്ളം വാങ്ങിക്കോട്ട് പോകും, കുടിക്കാൻ വെള്ളം വേണം. ഭയങ്കര ദാഹം, ചൂട് കയറണേ. അപ്പോൾ ഈ ബസ് നമുക്ക് ഇന്ന് 2 ദിവസമുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് ഷാരൂണായിട്ട് ഓട്ടോയിൽ പോകും ഗൈസ്. കാരണം വീട്ടിലേക്ക് ഡയറക്റ്റ് ബസ് ഇപ്പം ഇല്ല. ശ്രുതിക്കിപ്പോൾ നമുക്ക് പ്രാക്ടീസിനും മേക്കപ്പിനൊക്കെ പോകാണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ബസ് ഒരു ഓട്ടോയിൽ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളത് വീട്ടിലെത്തി ഗൈസ്. പക്ഷേ വീട്ടിലേക്ക് എത്തി. പക്ഷെ നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാൻ പോവാം. അതേ നമ്മൾ വന്ന ഓട്ടോറിക്ഷ തിരിച്ച് പോവാണ്. തിരിച്ചു നമ്മൾ ഓട്ടോയ്ക്ക് വന്നത്, അതേ ഓട്ടോയ്ക്ക് തിരിച്ച് പോകണം. സമയമില്ല. അവിടെ ഓൾറെഡി എല്ലാവരും മേക്കപ്പിന് വേണ്ടി പോയി കഴിഞ്ഞു. ശ്രുതി മാത്രമേ പോകാത്തുള്ളൂ. ഞാൻ ഓടിപ്പോവാം, എനിക്ക് ഷർട്ട് മാറണം. ഞാൻ പോയിട്ട് ഈ ബ്ലാക്ക് ഷർട്ട് മറ്റു വൈറ്റ് ഇടണം. പിന്നെ മൂത്രമൊക്കെ വയ്ക്കണം. ഫോണിൻ്റെ ചാർജറും പവർ ബാങ്കൊക്കെ എടുക്കണം. എല്ലാം കൂടി എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടുക. അതാണ് അടുത്ത റെഡി. നമുക്കിനി സമയമില്ല, സമയം ഇല്ല ദാസ, സമയമില്ല അല്ലേ. നമ്മൾ പെട്ടെന്ന് ഓട്ടോഷിപ്പ് ഉണ്ട്. നമുക്ക് ശരിക്കും ഒരു വണ്ടിയിലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ്. എത്ര പൈസ അറിയാം ഓട്ടോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത്. ആ പൈസ കിട്ടി നമ്മൾ വണ്ടിക്ക് അടിച്ചാൽ ചിലപ്പോൾ 2 ദിവസം വണ്ടിക്ക് ഓടാൻ പെട്രോൾ ഉണ്ടാവും അല്ലേ. ഇല്ലെന്ന് വെച്ചോ, 2 ദിവസം ഓടാൻ പെട്രോൾ ഉണ്ടാവും. എന്തിനാണ് കാര്യമില്ല. ഡ്രസ്സൊക്കെ ഇങ്ങനെ കിടക്കട്ടെ. അതെ ഇവിടുന്ന് മാറിയിട്ട് ഞാൻ ബനിയും മാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടാത്ത കാര്യം ചെയ്യാം. അപ്പം ഞാൻ ഇറങ്ങി ഗൈസ്. ആദ്യം വരട്ടെ. ആദ്യം സ്ലോ മോഷനാണ്. നേരത്തെ റെഡിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഒരുങ്ങി, എല്ലാവരും ഇറങ്ങി. ഉഷാൻ്റെ അതാണ് എല്ലാവരും നമ്മൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങി. ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. കൈ പ്രാവശ്യം ഭയങ്കര വെയിറ്റുള്ള തീയാണ്, അതാണ് കാര്യം. എന്തായാലും വരാൻ വെയിറ്റിംഗ് ആണ്, നോക്കാം. പിള്ളേർ ഇതാക്കുന്നു, വീഡിയോ എടുക്കുന്നോട്ട് കളി ഇതാക്കുന്നു, ഓടുന്നു വീഡിയോ കാണുമ്പോഴത്തേന്. എല്ലാവരും പ്രാർത്ഥിക്കാൻ കൊണ്ട് പുറത്തുനിന്നായിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഉണ്ടായിക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് പ്രാർത്ഥിച്ച് ബസ് കയറി അച്ഛൻ വണ്ടി എടുത്ത് ഞാൻ പോകായിരുന്നു. വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്, വണ്ടി അവിടെ നിൽപ്പുണ്ട്. വണ്ടി കയറി പോകായിരുന്നു. ഒരു നെങ്ങാനും ഒരുങ്ങുമായിരുന്നു, വീഡിയോ എടുക്കുന്ന കണ്ടുപോയേക്ക് പിള്ളേർക്ക് ഇതാക്കി. എല്ലാവരും പ്രാർത്ഥിച്ചിറങ്ങാൻ പ്രാർത്ഥിക്കട്ടെ. ഈ വർഷത്തെ അവസാന പ്രോഗ്രാം എന്ന് പറഞ്ഞായിരുന്നു. ശ്രുതിക്ക് പാട്ടൊക്കെ അറിയാം, ശ്രുതി പാട് പ്രാർത്ഥിക്കാം. പച്ച നെടുമ്പുറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം ഗൈസ്. അയ്യപ്പ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ന് പ്രോഗ്രാം. നമുക്ക് അടിപൊളി ലൈറ്റ്സൊക്കെ വന്നപ്പോൾ പൊളിയാണല്ലോ. എൻ്റെ പൊന്നോ പൊളി. ഇനിയിപ്പോൾ ഈ മരം ഫുൾ ലൈറ്റ്സാണ്, ഫുള്ളും കത്തുമ്പോൾ പൊളിക്കും. കുറച്ച് ഉണ്ടാവും. നാളെ വേറൊരു ടീം ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. വേറെ ടീമൊക്കെ
ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടീം തമ്മിലുള്ള കളി ഏത് ടീമിൻ്റെ കളിയായിരിക്കും നല്ലതെന്ന് അറിയാൻ പാടില്ല. നോക്കാം എന്താണെന്ന് അവസ്ഥ പറഞ്ഞില്ല. ശ്രുതി ഇറങ്ങിയിട്ട് എത്താനായിട്ടും ശ്രുതി അകത്ത് തന്നെയാണ്. ശ്രുതി ഇറങ്ങിയായിട്ട് ലാസ്റ്റ് ഇറങ്ങിയതെന്ന് പറഞ്ഞു നിൽക്കുന്നത്. ശ്രുതി ഇറങ്ങിയിട്ട് ഗൈസ്, ശ്രുതി വണ്ടിയിൽ പോവാണ്. അവിടെ ഞാൻ പിന്നെ ഇറങ്ങുള്ളൂ. ഇപ്പോൾ നേരത്തെ ഇറങ്ങുന്നത് മേക്കപ്പ് ഇട്ട് ഫുള്ളും റെഡ് മുഖത്ത് തേച്ച് പിടിച്ചിട്ട് ഇറങ്ങാൻ ശരിയാവില്ല. കുറച്ചുകൂടി ഇറങ്ങാൻ ശ്രുതി വണ്ടിയിൽ ഇരിക്കാൻ. എന്തായാലും പിന്നെ ഇറങ്ങട്ടെ, കുഴപ്പമില്ല. നോക്കൂ ഗൈസ്, സംഭവം അടിപൊളി ലൈറ്റ് ഉണ്ട് കാണാം. ഫുള്ള് ഗ്രീൻ ലൈറ്റായിട്ട് പൊളിയായിട്ടുണ്ട്. എന്ത് രസമൊക്കെ കാണാണ്ട് വലിയൊരു ആൽമരാണ്. അടിപൊളി ലൈറ്റ് കളർ ചെയ്തിട്ടുണ്ട് അവർ പക്കയായിട്ട്. അവിടെ ചേട്ടൻ പാട്ടാടിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഇവരുടെ പ്രോഗ്രാം എത്ര മണിക്കാണ് എപ്പോൾ തുടങ്ങുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും മാക്സിമം ഫുള്ളായിട്ട് എടുക്കാൻ ശ്രമിക്കാം. പക്ഷേ റീലും കൂടി എടുക്കണോണ്ട് ചിലപ്പോൾ റീൽ എടുക്കാനാണെങ്കിൽ കൂടുതൽ ചാൻസ് കൂടുതൽ. ഇവരുടെ ടീം തുടങ്ങുമ്പോൾ പുള്ളി പാട്ട് നിർത്തുമ്പോൾ പുള്ളി അനൗൺസ്മെന്റ് ചെയ്തത്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഞാനിവിടെ. നോക്കുക അടിപൊളിയാണ് വ്യൂ. എനിക്കിത് കണ്ടത് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക വൈബ്. ഫുള്ളായിട്ട് ലൈറ്റ്സ് ആയിട്ട് പൊളിയായിട്ട് വലിയ സ്ഥലമുണ്ട് അമ്പലത്തിന്. അമ്പലം ആ കാണാണ് അമ്പലം, നമ്മളത് അവിടെ കാണാനാണ് അമ്പലം. പക്ഷെ ബാക്കിയെല്ലാം ഫുള്ളും ഭയങ്കര ലൈറ്റ്സുകളൊക്കെ ആയിട്ട് ഇത്രയും വലിയ സ്ഥലത്ത് പൊളിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ സ്റ്റേജ്. ശ്രുതി ഇവിടെ പാട്ടും കേട്ട് വായുമുളന്നിരിക്കുകയാണ് ഗൈസ്. ഇവരുടെ പ്രോഗ്രാം ടീമൊക്കെ ഇറങ്ങി. ശ്രുതി ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുന്നത് കണ്ണൊക്കെ പുളക്കി കേറ്റാമല്ലോ. ഇവിടെ ഇരിക്കണേ ആൾ താഴെ ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഇറങ്ങുന്നില്ലേ. ഭക്തജനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് കഴിയുമ്പോൾ തിരക്ക് നന്നിട്ട് കൂടും തോന്നുന്നു. ഫസ്റ്റ് പ്രോഗ്രാം ഇവരുടെ പ്രോഗ്രാം തന്നെയാന്ന് തോന്നുന്നു. അതിന് മുമ്പ് വേറെ വല്ല പ്രോഗ്രാം ഉണ്ടോ എന്ന് പറഞ്ഞതാ. ഇവർക്ക് ശേഷമാണ് മറ്റേ പച്ച ഡ്രസ്സിട്ട് ഡാൻസ് പ്രോഗ്രാമുള്ള പിള്ളേരുടെ പരിപാടി. ഇവരുടെ പ്രോഗ്രാമാണ് ഫസ്റ്റ്. അവർക്ക് ശേഷം അവരുടെ പ്രോഗ്രാം. ഞാനത് ശ്രുതിയോട് ചേരട്ടെ. ശ്രുതി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി തയ്യാറായി നിൽപ്പുണ്ട്. ഇനി തെയ്യത്തിൻ്റെ മറ്റേ കിരീടങ്ങളൊക്കെ എടുത്തിട്ട് അണിയണം. അതെപ്പോഴാണ് ഇപ്പോഴാണോ ഇടേണ്ടതെന്ന് അറിഞ്ഞില്ല. ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടാണ് ചെയ്യാനായിട്ട്. ഇത്ര മതിയായി. ഇത് കെട്ടണം കെട്ടി തീർക്കണം. അവിടെ ഓൾറെഡി ഇവരുടെ ടീമിൻ്റെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു. ഇവരുടെ ടീമിൻ്റെ പ്രോഗ്രാം കൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് പകുതി ആകുമ്പോഴേക്കും തെയ്യം കയറാനുള്ളതാണ്. ഈ പാട്ട് കഴിഞ്ഞ അടുത്ത പാട്ട് കഴിയുമ്പോഴേക്കും തെയ്യം കയറാനുള്ളതാണ്. അപ്പോൾ തെയ്യം കയറുമ്പോഴേക്കും ശ്രുതിക്ക് തെയ്യം കെട്ടി തീർക്കണം. ശ്രുതി ഒരു സമയമായിട്ടില്ല വെയിറ്റ് ചെയ്ത് പറഞ്ഞ്. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. രാവുകാണോ ദൈവം നിൽക്കുന്നു. എടാ എന്നവാ അതിനിടയ്ക്ക് പെട്ടെന്ന് പ്രോഗ്രാമിലേക്ക് സൗണ്ട് പോയി കഴിച്ചു. പാട്ടിനൊക്കെ അവർ സൗണ്ട് ഇടുമ്പോൾ ഓഫാക്കി. അവിടെ കമ്മിറ്റി അടക്കുന്ന സൗണ്ട് ഓഫാക്കി. അതുപോലെ കമ്മിറ്റി കഴിഞ്ഞിട്ട് പ്രോഗ്രാം തുടങ്ങിയാൽ പോരായിരുന്ന. വെറുതെ ഡാൻസ് സൗണ്ടിലൊന്നും എങ്ങനെ കളിക്കാൻ പറ്റുക? ഒരു തുള്ളിയോടും ബോധമില്ലാത്തൊരു കമ്മിറ്റി ഓഫീസുകാർ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തിലാണ് കാണിച്ചത്. കളിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് സൗണ്ട് ഇച്ചിരി കൂട്ടിയത്. അത് കംപ്ലൈൻറ്റ് ചെയ്ത് പറഞ്ഞിട്ട്. ശ്രുതിക്ക് ഇറങ്ങാൻ സമയത്തില്ല. വെയിറ്റിംഗ് എന്തായാലും. അപ്പോൾ ഗൈസ് ശ്രുതി തെയ്യമായിട്ട് കയറിയിട്ടുണ്ട്. ശ്രുതിക്ക് ഇറങ്ങാൻ സമയം ആവാറായി. കുറച്ച് പേർക്ക് ഇറങ്ങുന്നത് ആലാപും റെഡി ആയിട്ടുണ്ട്. 2 വീട് കയറാൻ സമയമായിട്ടുണ്ട്. ഏറ്റുണ്ടാ കുറേ വീട്ടിൽ പോയിട്ട് മൂട്ട് തിരുവോണ്ടിരുന്നു. നല്ല വേണ്ട പറഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് താങ്ങി പിടിക്കാം ബാക്കിൽ. തെയ്യമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. എന്നെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കണ പരിപാടി. ഇവരുടെ പ്രോഗ്രാമിലേക്ക് സൗണ്ട് കുറച്ച് പോയത്. പിന്നെ തീ തുടച്ച് പോയത് കുറച്ച് പണിയായിരുന്നു. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമുക്കിന്ന് ചോറാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പാത്രം പെറുക്കിയിട്ട് പോകണം. എന്തായാലും ഫ്ലൈറ്റൊക്കെ എടുത്ത് പോവാം. അപ്പോൾ എന്തായാലും ഇവിടെയും ക്യൂ നിന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് പോവാം. ഏറ്റവും വലിയ ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇതേ ഭക്ഷണം നോക്കിയാണ് പച്ചയിൽ. എല്ലാവർക്കും അങ്ങനെ തന്നെ കറിയില്ല. കുറേ പേർക്ക് മോര്, കുറേ പേർക്ക് രസം. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും കഴിക്കുവാണ്. എന്തൊരവസ്ഥയാണ് നോക്കണം. എല്ലാവരും പച്ചച്ചോറ് കഴിച്ചോണ്ടിരിക്കുകയാണ്. കറിയില്ല, കറി ആവുന്നേ ഉള്ളൂ. മണി ഇപ്പം തന്നെ 9 മണിയായി. എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. നല്ല
പോകണം. നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അങ്ങനെ ആകെ തിരക്കാം. അപ്പം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് ഗൈസ്. വണ്ടിയിലാണ് വന്നത്. പോവാം. അപ്പം എല്ലാവരും വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡാൻസ് കുറേ പേര് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓ ഭയങ്കര പഴം. അപ്പം എന്നെ ആക്കി അവർ പോയി. എൻ്റെ കെട്ടിയ ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എവിടെയെങ്കിലും ഇരിപ്പുണ്ടാന്ന് പറഞ്ഞുകൂടാ. എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാം. വരട്ടെ. അവർ പോയി. ബൈ ബൈ ഗൈസ്. അപ്പം ചേട്ടൻ എന്തായാലും ആർജനെ കൊണ്ടുവന്നാക്കി. ഒരു ഇരുട്ടായതുകൊണ്ട് കാണാത്തതുകൊണ്ട് അങ്ങനെ ആർജയെ കൊണ്ടുവന്ന് ചേട്ടൻ നിർത്തി. ചേട്ടൻ ദോ പോണു. അപ്പം എന്തായാലും പോകാം. ശ്രുതി ടോർച്ച് അടിച്ച് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ ഫോൺ ടോർച്ച് അടിച്ച് ബാക്കിലുണ്ട്. ഇരുട്ടാണ് അതൊന്നും കാണാത്തത്. ഇവിടെ എത്തി. ഇപ്പോൾ ലൈറ്റ് ഇട്ട് നമ്മൾ ലൈറ്റ് ഇടാതെ പോയത്. കാരണം രാവിലെ പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് പോയതല്ലേ. നമ്മുടെ ടോർച്ച് കഴിച്ചത് പണിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരെ എത്തുമെന്ന് പ്രതീക്ഷയില്ല. ഭാഗ്യം ഇവിടെ വരെ എത്താൻ ടോർച്ച് ഹെൽപ്പായില്ലേ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടോർച്ച് ഊരി ഇളക്കിയാണ് ഇവിടെ എത്തിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് കിടന്നുറങ്ങണം. സമയം ഇപ്പോൾ എത്ര? സമയം 10 മണി. പുറത്ത് വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ഉള്ളൂ ഇല്ലെന്ന് വെച്ചു. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടെ 2 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ശനി ഞാറുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഗൈസ് വീട്ടിലെത്തി ഷർട്ടൊക്കെ ഊരി. എൻ്റെ മുന്നോ ചൂട് ഗൈസ്. ഫാനിട്ട് ഇരുന്നപ്പോൾ സമാധാനം, നല്ല ആശ്വാസമുണ്ട്. ശ്രുതി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡൈമണ്ട് ലൈഫും ശ്രുതിയുടെ അപ്പം ഉത്സവത്തിൻ്റെ പരിപാടിയും എല്ലാം ഇത്രയുണ്ടാവുള്ളൂ അല്ലേ നിശു. ഇനിയിപ്പോൾ അടുത്തൊരു ബ്ലോഗായിട്ട് എനിക്ക് ബൈ ഫ്രം ആർജെ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മൾ കുറേ പേര് കുറേ സജഷൻ തന്നിട്ടുണ്ട്. നോക്കേണ്ട ഗൈസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നോക്കട്ടെ മാക്സിമം പറ്റുന്നത് ചെയ്യാം. പിന്നെ ഫോണൊക്കെ ഫുള്ളും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ മൈക്കില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ബ്ലോഗ് എടുക്കാൻ ശരി വരുന്നില്ലാത്തത്. മാക്സിമം അതിൻ്റെ ഇടയൊക്കെ എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. നമ്മൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഫ്രം ആർജെ. ബൈ.